രാഹുൽ ഗാന്ധി കൊച്ചിയിലെത്തി. അതായത് കനകയിലുവിന്റെ റിപ്പോർട്ടൊക്കെ വന്നു. 100 സീറ്റാണ് UDFന് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിരിക്കുന്നത്. UDF അധികാരത്തിലേറുമെന്നൊക്കെയാണ് പറയുന്നത്. പറഞ്ഞ് തീർന്ന നാക്കെടുത്ത് വായിക്കാത്ത വയ്ക്കും മുമ്പേ ഇവിടെ ബഹളങ്ങൾ തുടങ്ങി. സുകുമാരൻ നായർ ഒരു വശം, മറ്റൊരു വശത്ത് SNDP, പുറകിൽ സതീശൻ, 2 വശവും മുരളീധരനും രമേശ് ചെന്നിത്തലയും. സതീശൻ എന്ത് പറയുന്നതാണ് പാർട്ടി നിലപാട്. സതീശൻ മുസ്ലിങ്ങളെ എങ്ങനെ മുസ്ലിം സമുദായത്തെ കുളിപ്പിച്ച് അവസാനം പിള്ളയില്ലാതായ ആവുമെന്തോ കുളിപ്പിച്ച്. അതാണ് ഇപ്പോഴത്തെ പേടി. മുസ്ലിം ഇത്തവണയും കൂടെ അധികാരം കിട്ടിയില്ലെങ്കിൽ സതീശനെയും 10 പറഞ്ഞിട്ട് മുസ്ലിം ലീഗ് LDFനോടൊപ്പം പോകും. അതാണ് സതീശൻ എത്ര കുളിപ്പിച്ചാലും ജനങ്ങൾ തീരുമാനിച്ചാൽ മുസ്ലിങ്ങൾ മതി ഇന്ത്യയിൽ, ഞങ്ങൾ അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് സതീശൻ രംഗപ്രവേശനം ചെയ്താൽ അത് ബാക്കിയുള്ള ഭൂരിപക്ഷം തീരുമാനിക്കും സതീശന്റെ പാർട്ടി വരണമോ വേണ്ടയോ എന്നുള്ളത്. അധികാരം കിട്ടിയില്ലെങ്കിൽ കുഞ്ഞാപ്പ പോകും. കുഞ്ഞാപ്പ ആദ്യം ഓടും. കുഞ്ഞാപ്പയും തങ്ങളും ശിഹാബും ഒക്കെ കണ്ണം വഴി ഓടി നേരെ നിന്ന് പിണറായിയുടെ മാളത്തിൽ കയറും. പിന്നെ സതീശൻ ആ പരിസരത്ത് കയറ്റിയില്ല. സുകുമാരൻ നായർ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ എന്റെ നടയിൽ വന്ന് നിരങ്ങിയവനാണ് 3 മണിക്കൂർ. എന്നിട്ട് വെളിയിലിറങ്ങിയിട്ട് പറയണ ഒരു സമുദായ നേതാക്കളുടെയും തിണ്ണ നിരക്കരുത്. ഇയാൾ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറെ ഒന്ന്. സത്യത്തിൽ സതീശൻ പാർട്ടിയെ നശിപ്പിക്കാനാണോ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാനാണോ? എന്താണ് സതീശന്റെ ഉദ്ദേശം? ഇന്നിപ്പോ അവരുടെ നേതാവ് രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ട് കേരളത്തിൽ. മുംബൈയില് മഹാരാഷ്ട്രയിൽ തകർന്നടിഞ്ഞ് തരിപ്പണമായി നാശമായി നാടി. പക്ഷെ സാറേ പറയാതിരിക്കാൻ കഴിയില്ല. ഇത്രയും തല ഉയർത്തിപ്പിടിച്ച് തോൽവിയിൽ അങ്ങനെ ഒരു മോട്ടിവേഷനാണ്. തോറ്റ അങ്ങ് അളിഞ്ഞു പോയാൽ എന്ത് അല്ല ചുറുക്കോടെ വന്ന് നാല ഉയർത്തിപ്പിടിച്ച് തോറ്റിടത്ത് നിന്ന് ഞാനിതാ വിജയശ്രീലാണ് എന്നുള്ള രീതിയിലാണ് വരുന്ന. അതിന്റെ അഹങ്കാരം, തോൽവിയുടെ ഒരു അഹങ്കാരം നല്ല പയ്യൻ അവിടെ വന്നിരിക്കുന്നു. അമ്മാവനായി അല്ലേ? എന്തായാലും വേണ്ടുമില്ല. കൊളംബിയയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, സിംഗപ്പൂരിലൊക്കെ പോകുന്നുണ്ട്. അപ്പോ ഇദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാ? മഹാപഞ്ചായത്തിനെ അഭിസംബോധന ചെയ്യാൻ. എന്താണ് ഈ മഹാപഞ്ചായത്ത്? കേരളത്തിൽ മാത്രം കിട്ടിയ അവരുടെ അനന്യമായ ഒരു സൗഭാഗ്യമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വൻ വിജയം. അതിൽ ജയിച്ച് പോകുന്ന ആൾക്കാർ പിണറായി വിജയനോടുള്ള ദേഷ്യം കൊണ്ടോ അല്ല രാഹുൽ ഗാന്ധിയുടെ മഹത്വം കൊണ്ടോ VD സതീശന്റെ മഹത്വം കൊണ്ടോ ജയിച്ചതല്ല. ഒറ്റ ഒരെണ്ണം പിണറായി വിജയൻ പണ്ടാരടങ്ങാൻ പോട്ടെന്നും പറഞ്ഞ് വലിയ കുത്താണ് ഈ കിട്ടിയിരിക്കുന്നത്. എനിക്കറിയില്ല, മിക്കവാറും അത് സംഭവിക്കും കേട്ടോ, ഈ പറഞ്ഞു കേട്ടിട്ട്. അപ്പോൾ അതിന് കിട്ടിയ ആൾക്കാരുടെ ഒരു പുരുഷാരമാണ് അവിടെ. പുരുഷാരമല്ല, സ്ത്രീകാരവും ഉണ്ട്, എല്ലാവരും ഉണ്ട് അവിടെ വന്ന് കൂടിയിരിക്കുന്നത്. അവരെ അഭിസംബോധന ചെയ്ത്, കണ്ടോ എൻ്റെ പാർട്ടി ഞാനും കൂടെ നേടിത്തന്ന് നിങ്ങൾക്ക് സീറ്റ്, അതുകൊണ്ട് ഇനി നിങ്ങൾ 100 സീറ്റ് വാങ്ങിക്കണം എവിടെ നിയമസഭയിലെന്നും പറയാൻ വേണ്ടി വന്നിരിക്കുന്നത്. എല്ലാ പാരകളും ഉണ്ട്. ഞാനാവണം മുഖ്യമന്ത്രി എന്ന് മനസ്സിൽ ധരിച്ചു വെച്ചിരിക്കുന്ന KC വേണുഗോപാലുണ്ട്. അതുപോലെ തന്നെ VD സതീശനുണ്ട്. ഇപ്പൊ വളഞ്ഞിട്ട് ആക്രമിച്ചിരിക്കുകയാണ് NSS SNDPയും കൂടെ. രക്ഷിക്കാൻ ഒരൊറ്റ ആളും ഉണ്ടായിട്ടില്ല. ഈ സമുദായ നേതാക്കളുടെ വലിയ I am not afraid എന്നാണല്ലോ ഇപ്പോൾ അദ്ദേഹം എല്ലാം പറയുന്നത്. I am not afraid of RSS. ഈ സമുദായ സംഘടനകളെ നിങ്ങൾ പേടിക്കുന്നുണ്ടോടോ എന്നൊരു വാക്ക് പറയാൻ പറ്റുമോ? ഇയാൾ പറയുമോ? നിങ്ങൾ BJPയെ വർഗീയ കക്ഷി എന്ന് പറയുന്നു, മുസ്ലിം ലീഗിനെ വർഗീയ കക്ഷി എന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കുമോ? I am not afraid എന്ന് 24 മണിക്കൂറും പറയുന്ന നേതാക്കൾ പറയുന്ന ഞങ്ങളെപ്പോലെ മതേതരത്വം പറയുന്ന മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുണ്ടോ? ദോഷം പറയല് സത്യമാണ്. ഈ മതേതരത്വം എന്ന് പറയുന്നതിൻ്റെ നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ മനസ്സിലാക്കണം. അതാണ് നമ്മുടെ കുഴപ്പമാണ്. മതേതരത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദു വിരുദ്ധത. അതിനെയാണ് നമ്മൾ മതേതരത്വം എന്ന് പറയുന്നത്. ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നു, അതിനെയാണ് നമ്മൾ വർഗീയത എന്ന് പറയുന്നത്. ഹിന്ദുവിനെ തെറി പറഞ്ഞാൽ അതാണ് മതേതരത്വം. ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ട് നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചോ അത് വർഗീയത. നമ്മൾ ആ ഡെഫിനിഷൻ മനസ്സിലാക്കാത്തതിൻ്റെ ഈ കുഴപ്പം, നമുക്ക് വലിയ ആശയക്കുഴപ്പം. ഇനി തെറ്റില്ലല്ലോ, അത് മനസ്സിലാക്കി വെച്ചാൽ ഈ കൺഫ്യൂഷൻ വരത്തില്ല, മനസ്സമാനമായിട്ട് കഴിഞ്ഞു പോകും. അതാണ് സംഭവം. അപ്പം അങ്ങനെയുള്ള ഒരു ഇക്കോ സിസ്റ്റത്തിലാണ് നമ്മൾ വരുന്നത്. ഇനി ഇതിൻ്റെ കൂടെ കർണാടകത്തിൽ നിന്നൊരു മന്ത്രി, അവിടെ പ്രശ്നമാണ്. അപ്പം പിന്നെ വിദേശത്ത് പോകേണ്ടതാണിപ്പോൾ നമ്മുടെ DK വിദേശത്തേക്ക് ഒരു പ്രധാനപ്പെട്ട യോഗത്തിന് മോദി അയച്ചിരിക്കുക. അത് വേണ്ടാന്ന് വെച്ചിട്ട് കർണാടകത്തിൽ തന്നെ തങ്ങിക്കൂടിയിരിക്കുക. കാര്യം എന്താ? മുഖ്യമന്ത്രിയായിട്ട് എപ്പോഴാ സത്യപ്രതിജ്ഞ എന്ന് അറിയാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചു. ബൊമ്മയാണെങ്കിൽ ഇങ്ങനെ മുറുക്കപ്പെടും എന്നും പറഞ്ഞ് കസേരയിരിക്കുകയാണ്.
അയ്യോ സിദ്ധരാമയ്യ, അയ്യോ ബൊമ്മ പോലെ അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. പുള്ളി പിടിവിടാതെ ഇങ്ങനെ മുറുക്ക പിടിച്ചിരിക്കും. അതെ അങ്ങനെ നാസ്തികനാ, ദൈവത്തിലൊന്നും വിശ്വാസമില്ല. അദ്ദേഹം മതേതരവാദിയാണ്, ഹിന്ദു വിരുദ്ധനാണ്. അതുകൊണ്ട് മഹാമതേതരവാദിയായിട്ടുള്ള അദ്ദേഹം ഈശ്വരനിലും ഒന്നും വിശ്വസിക്കുന്നില്ല. ആ ഒരു മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്. ആ മനുഷ്യനെ ഇന്ന് മാറ്റിയിട്ട് കസേര ഇരിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ കുറെ നാളായിട്ട് കിടന്ന് പാടുപെടുന്നു. അതിപ്പോ സംഭവിക്കുമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പൊ അവിടുന്നുള്ള ഒരു മന്ത്രിയുണ്ട്, മലയാളിയായിട്ടുള്ള മന്ത്രി, അവിടുത്തെ ഊർജ മന്ത്രി. കുറച്ച് ഊർജം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ്സുകാർക്കും കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. അവരെല്ലാം കൂടി ഇരുന്നാണ്. അതിനിടയ്ക്ക് ദോഷം പറയല്ലോ, ഒരു സാഹിത്യ പുരസ്കാരവും ഇദ്ദേഹം സമ്മാനിച്ചു കഴിഞ്ഞു. അങ്ങനെ ലീല ടീച്ചർക്ക്, കോൺഗ്രസ്സുകാരിയായിരുന്നു അദ്ദേഹം, ലീലാവതി ടീച്ചർ. ആ ലീലാവതി ടീച്ചർക്കൊരു സമ്മാനവും കൊടുത്തിട്ടാണ് ആളുകളെ അഭിസംബോധന ചെയ്ത് ഊർജ്ജം. ഇപ്പം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാം, ബീഹാറിൽ ഒരു ഒറ്റ സീറ്റ് പോലും ഇപ്പം കോൺഗ്രസിന് ഫലത്തിലില്ല. അതിൻ്റെ നായകനാണ് ഈ രാഹുൽ ഗാന്ധി. മുംബൈ മുഴുവൻ പോയി അടിയറ വെച്ചു. ഇതെല്ലാം നടത്തിയ മഹാനാണ് ഇങ്ങനെ വന്നിട്ട് കേരളത്തിൽ ഒന്ന് ജയിച്ച് നിൽക്കുന്ന ആൾക്കാരെ അഭിസംബോധന ചെയ്യുന്നത്. ഇപ്പം സംഭവിക്കാൻ പോകുന്നത് എന്താ, ഇപ്പം ജയിച്ചതിൻ്റെ ഊർജ്ജവും കൂടി ഇവിടുത്തെ പഞ്ചായത്തിലുള്ള ആൾക്കാർക്ക് പോകും. ആ ഊർജ്ജവും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സമുദായ നേതാക്കൾ രണ്ടും കൂടെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് VD സതീശനെ. കോൺഗ്രസ്സുകാരാണ് ഇയാളെ പൊക്കിക്കൊണ്ട് നടക്കുന്നതെന്ന് വരെ പറഞ്ഞു. രണ്ട് സമുദായ സംഘടനകളുടെ ലക്ഷ്യം എന്തെന്ന് മനസ്സിലായോ? അപ്പോൾ കോൺഗ്രസിനെ വട്ടമിട്ട് ആക്രമിച്ചിട്ട് LDFനെ ജയിപ്പിക്കാനുള്ള ശ്രമമാണ്. അത് മിക്കവാറും വിജയിക്കുകയും ചെയ്യും കേട്ടോ. ലീഗും പോവും. ലീഗിന് വേണ്ടിയിട്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ലീഗ് ഒപ്പം ഇല്ലെങ്കിൽ അവർക്ക് ഭരിക്കാൻ പറ്റില്ല എന്നുള്ളവരുടെ ഭയം. ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാനെന്ന് സതീശന് പറ്റില്ല എന്ന് കോൺഗ്രസിന് നന്നായിട്ട് അറിയാം. അവർക്ക് ലീഗിന്റെയും കൂടെ പിന്നെ സപ്പോർട്ട് വേണം. അപ്പൊ ലീഗ് പോവാതിരിക്കാനാണ് ലീഗിനെ കുളിപ്പിച്ച് ഇങ്ങനെ പുതിയ തരം പല സോപ്പുകൾ ഇട്ട് സതീശനും മറ്റേ പാർട്ടികൾ ഇങ്ങനെ ഇട്ട് കുളിപ്പിക്കുന്നത്. ഇത്തവണയും കൂടെ അധികാരം കണ്ടില്ലേ കോൺഗ്രസ് പിന്നെ ഉണ്ടാവുമെന്ന് ചിന്തിക്കണ്ട. ലീഗ് ആ ജയിക്കുന്ന ആളുകളെയും കൂടെ കൊണ്ട് ലീഗ് അങ്ങ് പിണറായി വിജയന്റെ ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് ഇങ്ങനെ ലീഗിനെ കുളിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും സുഖിപ്പിക്കുന്ന ഇവരെക്കാളും നല്ലത് പിണറായി വിജയൻ തന്നെയാണ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നുന്നു. ഇനി ഒരു കാര്യം കൂടെ പറയാം. സന്ദേശത്തിൽ ഈ ശ്രീനിവാസൻ ആദരാഞ്ജലികളോടെ ശ്രീനിവാസൻ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, നീ പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം പറയരുത്, പോളണ്ടിനെ കുറിച്ച് മിണ്ടരുത് നീ എന്ന് പറഞ്ഞ പോലെ വൈകാരി മുസ്ലിം ലീഗിനെ കുറിച്ച് ഒരു അക്ഷരം പറയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയൊന്നും അല്ല. മുസ്ലിം ലീഗിനെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞത് നിങ്ങൾ തമ്മിലുള്ള സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യമില്ലാതാക്കിയ മുസ്ലിം ലീഗും കുഞ്ഞാപ്പയൊന്നുമല്ല. ഞങ്ങൾ കോൺഗ്രസ്, ഞങ്ങൾ രണ്ടും ഒരൊറ്റ ടീമാണ്. മുസ്ലിം ലീഗും കോൺഗ്രസും ഒരൊറ്റ ടീമാണ്. ഈ ഇവിടെ വന്നിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രപിതാമഹനായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആണ് പറഞ്ഞത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു ചത്ത കുതിരയാണ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. അല്ല, ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കളെ വെല്ലുവിളിക്കുകയാണ് സതീശൻ. കാരണം എന്താ, ഹിന്ദുക്കളെയാണ് അടച്ചാക്ഷേപിക്കുകയാണ്. ലീഗ് മതി, ഞങ്ങൾക്ക് ഭൂരിപക്ഷത്തിന്റെ വോട്ട് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് അറിയാം. അതെ, നിങ്ങൾ ആവശ്യമില്ല. നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമല്ലോ. പക്ഷെ ലീഗ് അങ്ങനെയല്ല, ലീഗാണ് ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ്. ഞാൻ വീരാളി കൊടുത്തു കളയും, വീരാളി പാട്ട് കൊടുത്തു കളയും. അല്ല, സതീശൻ കൊടുത്താൽ പുട്ടായി. അതെ, പുട്ടടിയാണല്ലോ കോൺഗ്രസിന്റെ പ്രധാന. വീരാളി പാട്ട് കൊടുത്തു കളയും ഞാൻ. ആർക്ക് വേണ്ടി? SNDP വെള്ളാപ്പള്ളിയെ അതുപോലെ തന്നെ G സുകുമാരൻ ഒറ്റയ്ക്ക് നേരിട്ട് വെട്ടി ഒതേനം ചാടാത്ത മതിലില്ലെന്നാണ് പറയുന്നത്. അതുപോലെ ഞാൻ വെട്ടി തുണ്ടമാക്കി ആ മാങ്കട്ടി പറഞ്ഞത് എന്ന് പറഞ്ഞ തച്ചേളി ഒതലിനായിട്ട് പുള്ളി താറ് കൊടുത്തങ്ങ് തയ്യാറായി നിൽക്കുക. ആരും ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് കോൺഗ്രസ് ലീഗിനെ പറയുന്നത് ആരും ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും. മുസ്ലിം ലീഗിന്റെ ഡെഫേദാരായിട്ട് പുള്ളി അങ്ങ് അടിയൻ രക്ഷിപ്പോന്നും പറഞ്ഞു. മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടില്ല. ഇവിടെ കൊച്ചനെ മര്യാദയ്ക്ക് സംസാരിക്കുന്നീ അല്ലെങ്കിൽ നീ ജയിക്കത്തില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇയാളങ്ങ് ചാടി പരിചയം അമ്പും വില്ലും അതുപോലെ തന്നെ വാളുമായിട്ട് അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. NSSന്റെ ഞാനാരുടെയും തിണ്ണയ്ക്ക് പോയി നിരങ്ങത്തില്ലെന്നും പറഞ്ഞ് 3 മണിക്കൂർ എന്റെ തിണ്ണയാണ് ഇറങ്ങിയിട്ട് പോയത്. എല്ലാ സംഭാവനയും വാങ്ങിച്ച എല്ലാ സഹായങ്ങളും സ്വീകരിച്ച ആ പയ്യൻ ചെന്ന് പറയുന്നത് എന്തൊരന്തസ്സില്ല പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. കോൺഗ്രസ് ഒന്നും കൂടെ ഒരൊറ്റ വാക്ക് പറഞ്ഞു. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? കോൺഗ്രസ് 8 നിലയിൽ പൊട്ടും. ഈ സമുദായങ്ങളുടെ വോട്ട് കൊണ്ട്, ഈ മതങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രമാണ് കോൺഗ്രസ് ജയിച്ചു പോകുന്നത്. കേരളത്തിന് പുറത്ത് കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത് രാഹുൽ ഗാന്ധി എങ്കിൽ കേരളത്തിനകത്ത് കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത് സതീശനാണ്. എനിക്കൊരു സംശയം തന്നെ, ഈ പുള്ളിക്കാരൻ കണിച്ചുകുളങ്ങര പോയിട്ട് അവിടുത്തെ നടേശ ഭഗവാനെ ഒന്ന് തൊഴാൻ സാധ്യതയുണ്ട്. അതുപോലെ പെരുന്നയിൽ പോയിട്ട് അവിടുത്തെ
പെരുന്നാ ശരിയാ. സുകുമാരൻ നായരെ ഒന്ന് കണ്ട് ഒന്നും വേണ്ടൊന്നും തോന്നരുത്, പയ്യൻ അവിവേകം കൊണ്ട് പറഞ്ഞതാണെന്ന് എനിക്ക് സതീശ ഗോവിന്ദ ഗോവിന്ദ എന്നും പറഞ്ഞ് മിക്കവാറും പറയാൻ സാധ്യതയുണ്ട്. അതല്ലാതെ കോൺഗ്രസ് രക്ഷപ്പെടുമോ, UDF രക്ഷപ്പെടുമോ? ഇവരുടെ ആ അനുഗ്രഹാശംസകളും ഇതാണ് സതീശന്റെ മനസ്സിലെങ്കിൽ UDF ഇനി വരരുത് എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കേണ്ടത്. തീർച്ചയായിട്ടും. കാരണം ഇങ്ങനെ ഒരു ഐക്യമില്ലാതെ ഒരു സമുദായത്തെ മാത്രം ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന സതീശന്റെ പാർട്ടി അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യാനികൾക്ക് എന്ത് നിലനിൽപ്പാണുള്ളത് കേരളത്തിൽ? പ്രകോപനപരമായിട്ടുള്ള നിലപാടായിരിക്കും. അതെ, ഒരിക്കലും അങ്ങനെയാണെങ്കിൽ UDF വിജയിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. കാരണം UDF അവർക്ക് സ്നേഹം മുഴുവൻ ഒരു സമുദായത്തോട് മാത്രമാണെങ്കിൽ ക്രിസ്ത്യൻ സഭയും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും നിങ്ങൾ അറിഞ്ഞ് വോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സതീശന്റെ ഈ ഒരു ചിന്താഗതിക്കോടൊപ്പമാണ് കേരളത്തിലെ ജനങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഇത് വലിയ ആപത്ത് വിളിച്ചു വരും. ചൂടാവേണ്ട തന്നെ. മതേതരത്വം എന്ന് പറഞ്ഞാൽ ഇതാണ്. പുള്ളി ശരിയായ മതേതരവാദിയാവുകയാണ്. അതായത് ഹിന്ദു വിരുദ്ധമായിട്ട് സംസാരിക്കുക, അതാണ് മതേതരത്വം എന്ന്. അതാണ് പുള്ളി. അതുകൊണ്ട് ശരിയായ ഒരു മതേതരത്വത്തിനുള്ള അവാർഡ് ട്രംപിനില്ല, സമാധാനത്തിനുള്ള അവാർഡ് മോഹിച്ചതുപോലെ പുള്ളി മതേതരത്വത്തിനുള്ള അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരത്തിലാണെന്ന് എനിക്ക്. ഇതൊക്കെ കാണുമ്പോഴാണ് ചിന്തിക്കുന്നത് കുറച്ചുകൂടെ ഭേദ രമേശ് ചെന്നിത്തലയായിരുന്നു. രമേശ് ചെന്നിത്തല, അതെ, തമ്മിൽ ഭേദം. ഇത് പറയുമ്പോൾ ഞാൻ പണ്ടത്തെ വള്ളക്കാരൻ്റെ കഥയും കൂടി പറഞ്ഞു നിർത്താം. പണ്ടൊരു വള്ളക്കാരൻ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, മുട്ടറ്റം വെള്ളത്തിൽ കൊണ്ടുവന്ന് വിടും. അപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ അയാളെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പം അയാൾ മരിക്കാൻ കിടന്നപ്പോൾ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ എൻ്റെ പേര് കുറച്ച് മോശമായിട്ട് നീ അതൊന്ന് നന്നാക്കി തരണം എന്ന് പറഞ്ഞു. മകൻ എന്ത് ചെയ്തു, അച്ഛാ ഞാൻ ഏറ്റു. പിറ്റേ ദിവസം വള്ളത്തെ ഇയാൾ കൊണ്ട് വിടുന്നത് എവിടെയാണെന്നറിയാം, അരേറ്റം വെള്ളത്തിൽ കൊണ്ട് ആൾക്കാരെ ഇട്ടു. മറ്റേ ആൾ എത്ര ഭേദമായിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ രമേശ് ചെന്നിത്തലയാണ് ഭേദം. ആപേക്ഷികമായിട്ട്.